എബ്രാജാന്റെ ബർത്ത്ഡേ ആണ്. അവരത് ഒരു കരിദിനമായിട്ടാണത്. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് സിനിമയോടുള്ള ഇഷ്ടമാണ്, അല്ലാതെ ലിസ്റ്റിംഗ് സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാ മൂവീസ്. നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറയുന്നത് അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. ആക്ച്വലി എയറിന്ന് ഇപ്പോൾ താഴെ വന്നേ ഉള്ളൂ. അപ്പം ഇനി അതിനെ പറ്റിയിട്ട് ഇനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു എയറിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഇനി 3-4 ദിവസമുള്ളൂ സിനിമ ഇറങ്ങാൻ. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം. എന്നാലും നീ എന്നെ നീ ആ ഒരു ഇട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറക്കിയത് നീയാണ്. ഒരു ഗ്രനേഡ് കൊണ്ടു നടക്കുന്ന ഒരു കൊട്ടയിൽ കൊണ്ടു നടക്കുന്ന ഒരു കാശ്മീരി പെണ്ണും അതിന്റെ പുറകെ തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവീന്ദ്രനെ നീ പിക്ചറൈസ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട് കൂടിയിട്ടില്ല. വളരെയധികം സന്തോഷം. എബ്രാജാന്റെ അല്ലെങ്കിൽ ഷീലു എബ്രാഹിമിന്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമകളുടെ വലിപ്പച്ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്, ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, എബ്രാജാനും ഷീലു എബ്രാവും നീലും ഒക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഇന്ന് എബ്രാജാന്റെ ബർത്ത്ഡേ ആണ്. അവരത് ഒരു കരിദിനമായിട്ടാണത്. പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് 13-ാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവെ ഡിമാൻഡ് കുറവാണ്. പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രാഹിം ചേട്ടന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പം എബ്രാഹിം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പോൾ അവിടെ നിന്ന് മകള് വിളിച്ചു പറഞ്ഞു, അവിടെ ഇപ്പൊ പുതിയതായിട്ട് കയറിയ താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് എലിനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത്. അത് ശരിയല്ല, ഞാൻ 13 ആദ്യം വെച്ച് പിന്നെ 12 ആക്കി വീണ്ടും 13 ആക്കി. അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വളരെയധികം സന്തോഷം. അനുപേട്ട നായകനാകുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഈ സിനിമ 1 അല്ല 2 പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ധ്യാനിന്റെ കൂടെ ഒപ്പിരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ കൂടെ ഒപ്പിരുന്ന് കാണാനായിട്ട്. അപ്പൊ എബ്രാജാന് വളരെ നിർബന്ധമായിരുന്നു. കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ഇതൊരു ഓഡിയോ, എന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ് തോന്നുന്നത് സത്യമായിട്ടും. കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്നെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. എന്റെ പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന്. ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ. കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തി. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത്. കറക്റ്റ്. എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പം 20-ാം തീയതി നടക്കുന്നുണ്ട്. അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പോ എന്തായാലും അനൂപേട്ടന് തുടങ്ങാം. കാരണം അനൂപേട്ടനുമായിട്ട് എൻ്റെ സിനിമയിലെ എന്നെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അനൂപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ്. അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു
ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനൂപേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എൻ്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് 2-3 പേപ്പർ വാങ്ങിക്കും, ചെരിഞ്ഞു നിൽക്കടാ കുനിഞ്ഞു നിൽക്കടാ എന്ന് പറയും. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് അനൂപേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിന്റെ പാടുകൾ ആ സിനിമയാണ്. ഏതാ അതിനോട് ഓർമ്മ മറന്നോ? ആ സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജില്ല, ഡേവിഡ് ആൻഡ് ഗോളിയാത്ത്. അങ്ങനെ അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു, ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു. സത്യമല്ലേ? സത്യം 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 സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം അനൂപേട്ടൻ അന്നൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ അറിവിൽ. കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനൂപേട്ടനങ്ങ് നോക്കിക്കോളും. കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് ഗോളിയാത്തിന്റെ കാര്യം അനൂപേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു, അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി. കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി. അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അനൂപേട്ടന്റെ പാത പിന്തുടരുന്നു. കാരണം അപ്പൊ അനൂപേട്ടനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക, അതിലൊരു 1-2 കൊള്ളും. ആ കൊള്ളു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു 10 സിനിമയും കൂടെ കിട്ടും. അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം. അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ, സത്യമായിട്ട്. രണ്ടാമത്തത് അബാം മൂവീസ്. അബാം അനൂപേട്ടനോട് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനൊരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ കാര്യം എബ്രഹാം ചേട്ടനെ പറ്റി പറയണം. കാരണം ഇതേ ബിസിനസ്, ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മൾ 2 സിനിമകൾ 13ഓളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് 2 സിനിമകളും ബിസിനസ് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം വന്നു. ചേച്ചി പല ഇന്റർവ്യൂവിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്, നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എബ്രഹാം ചേട്ടൻ. എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളിയുടെ പടം വയ്ക്കും. കാരണം 100 സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ 100-150 സിനിമ പൊട്ടിയാലും 151ാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും. അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ, സിനിമയോടുള്ള ഇഷ്ടമാണ്. അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാം മൂവീസ്. കാരണം അബാം മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീല ചേച്ചിയും എബ്രഹാം ചേട്ടനുമാണ്. പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല. അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല. അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിന് പോലും ലിസ്റ്റിൻ സ്റ്റീഫന് ഒരു ഇതുമില്ല, ഒരു അർഹത എടുക്കാൻ പറ്റില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക്. അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പേരിട്ടിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് അവസാനം ഇറങ്ങിയ സിനിമയുടെ 2 കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. അതല്ല പാഷൻ പഠിക്കണമെങ്കിൽ അത് അബാം മൂവീസ് നിന്ന് പഠിക്കണം. എനിക്കൊന്ന് ലിസ്റ്റിൻ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും. 2 നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ 2 തവണ ആയിട്ട് നമ്മൾ കാണിച്ചു. എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത്, ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരോടാണ്. അസീസ് നിർമ്മം, നീ എന്ത് ഇവിടെ വന്നു എന്നുള്ളതിന്റെ കാര്യം. അവറാച്ചന്റെ എന്താ പടത്തിന്റെ പേര്? അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങിപ്പോയില്ലേ?
അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം. കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം ബിബിൻ ജോർജിന്റെ അഭിലാഷ പോയാ അഭിലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം. എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു. ധ്യാൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ഞാൻ സേഫ് ആയതല്ലേ, ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെയും പറഞ്ഞെന്ന് തോന്നുന്നു. സാറിന് ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹറാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞത്, സംവിധായകനാവട്ടെ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ, ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ, എല്ലാം. എനിക്ക് എല്ലാവർക്കും, എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇതായിരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറയുന്നത് അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. തലേദിവസം ക്ഷീണം ഒരു കാര്യം. പിന്നെ ഇവന് എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള്. അപ്പൊ ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും എന്റെ പ്രൊഡക്ഷൻ വണ്ടി. എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റവൻ വന്നോ, ഏതാ അനുപേത. അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് അറിഞ്ഞാൽ വരും. എന്നിട്ട് വന്നിട്ട് അനുപേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. ഇപ്പം നമുക്കിതറിയാം, ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉച്ചവരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി തരുമെന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ധ്യാൻ. ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി, അത് ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല അത് ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ധ്യാന്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും. വന്നതൊന്നുമില്ല, പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. ആദ്യമായിട്ട് ഈ പേര് പെട്ടെന്നായിരുന്നു, ഈ രവീന്ദ്ര നീ എവിടെയാണ്. അപ്പോൾ ഷീല അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. ഞാൻ മെസ്സേജ് അയച്ചത് എങ്ങനെയാണ്, ഞാനിവിടെ വീട്ടിലുണ്ടെന്ന്. അവിടെ ഇല്ല ചേട്ടാ, നമ്മുടെ പടത്തിൻ്റെ പേരിട്ടാണ് രവീന്ദ്ര. ഞാൻ എന്തോന്ന് നിശ്ചയിക്കുന്നത് എന്നിട്ട് എനിക്ക് തന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഐ വാസ് വെരി ഹാപ്പി. ഇവിടെ പലർക്കും അറിയില്ല എൻ്റെ പേര് AK രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ആ പേര് എന്നോട് ഇട്ടിട്ടുണ്ടെന്ന്. എനിവേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പണ്ടാറടങ്ങിയ സാധനമാണ്. ഇത് എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എല്ലാ പടങ്ങളിലും ഉണ്ട്. 35 പടമൊക്കെയാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്.
എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-12 അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഹിസ് പ്രസൻസ് ഇസ് എ വെരി വെരി പോസിറ്റീവ്. ഞാൻ ഇവനെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ്. വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിട്ട് ഇവിടെ മുമ്പിലിരുന്നിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മദ്രാസിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കലവിളി മാറ്റാത്തൊരുത്തനാണ്. ബട്ട് ദെൻ വെൻ ഐ സീ സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ആ ഒരു പ്രസൻസ് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ലാഫ്റ്റർ ഇൻ യുവർ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എനിവേ, നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞ പോലെ തന്നെ എപ്പോൾ എന്നുള്ളതല്ല, യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ട്. അതിനെല്ലാവർക്കും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോട്ട് എ ഗുഡ് ഹാർട്ട്, സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആ വെയിറ്റിംഗ് അധികം കൊണ്ടുവരില്ല, എന്നാൽ എനിക്ക് അത് ഉറപ്പുണ്ട്. അതാണ്. എന്നാലും നീ എന്നെ നീ ആ ഒരു ഇട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറക്കിയത് നീയാണ്. ഒരു ഗ്രനേഡ് കൊണ്ട് നടക്കുന്ന ഒരു കൊട്ടയിൽ കൊണ്ട് നടക്കുന്ന ഒരു കാശ്മീരി പെണ്ണും അതിൻ്റെ പുറകിൽ തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവീന്ദ്രനെ നീ പിക്ചറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത്ര ഏതായാലും നന്നായത്. എനിക്ക് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഓൾ ദിസ്. മനോജ്, ഐ എം വെരി ഹാപ്പി. പടം കണ്ടപ്പോൾ തന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അസീസിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് പറയും. And Sheila, for a change, you also did a wonderful job, okay? For a change. Anyway, all the best. Abs, any സിനിമകൾ നേരത്തെ ഷീല പറഞ്ഞ പോലെ ഒരു 2 കൂടെ ഹോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും ഈ ടീം അതിനകത്ത്. Anyway, I wish you all the best and let it be a big success. Thank you so much. God bless you. Thank you. Thank you, sir. Thank you so much. Good evening. ഞാനിപ്പോൾ ആക്ച്വലി എയറിൽ നിന്ന് ഇപ്പോൾ താഴെ വന്നേ ഉള്ളൂ. അപ്പം ഇനി അതിനെ പറ്റിയിട്ട് ഇനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു എയറിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഇനി 3-4 ദിവസമുള്ളൂ സിനിമ ഇറങ്ങാൻ. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം. ഇതൊരു കൊച്ചു സിനിമയാണ്. ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല. ഇതിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയെപ്പറ്റി ഞാൻ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഇതൊരു കൊച്ചു സിനിമ. അപ്പം നിങ്ങൾ കാണുന്നവർ, കാണാൻ തോന്നുന്നവർ കാണുക. അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് പോയിട്ട് ഒരു സിനിമ കാണണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മളെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സിയാദിക്ക, പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഡയറക്ടർ അരുൺ ഗോപി പോയി, ബിബിൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. ബാക്കി നൗഷദ് ആലത്തൂർ ഇക്ക എല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ താരമാണ്. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. ധ്യാനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും. സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിനേക്കാൾ കൂടുതൽ ധ്യാനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ, ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ഭാഗ്യം. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ ധ്യാൻ അങ്ങനെയല്ല. ധ്യാനെ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിൻ്റെ ഹരമാണ്. അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രവീന്ദ്ര നീ എവിടെയൊക്കെയോ എത്തി. അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ധ്യാനിന് ഞാൻ നൽകുകയാണ്. കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ചാൽ ധ്യാൻ ഫോൺ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 2 ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ മിസ്ഡ് കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത്. പക്ഷേ തിരിച്ചു വിളിക്കും. ഒരു 10 കോളൊക്കെ കണ്ടിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണേലും അദ്ദേഹം തിരിച്ചു വിളിക്കും. അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി. തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4 സിനിമകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്ര നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല അബ മൂവീസ്. ഇനി ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം.
അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, അനൂപേട്ടൻ, എല്ലാവരോടും പ്രത്യേകം നന്ദി. അനൂപേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അയാൾ 4 സിനിമകളിൽ അഭിനയിച്ച ആളാണ്. രവിയേട്ടൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ്. എല്ലാവരോടും സെന്തിൽ, അസീസ്, സച്ചിൻ, ബിപിൻ, താങ്ക് യു സോ മച്ച്. ബിപിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, നമ്മുടെ സിനിമയ്ക്കൊപ്പം 18-ാം തീയതി ഇറങ്ങുന്നൊരു സിനിമയുണ്ട്, അപൂർവ പുത്രന്മാർ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ, ബിപിൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നല്ലേ ഈ സ്റ്റേജിൽ നിന്ന്, ചെയ്തിരുന്നോ? അപ്പം എൻ്റെ വക ഒരു റിക്വസ്റ്റ്, അപൂർവ പുത്രന്മാരും വൻ വിജയമായി തീരട്ടെ. എന്നുവെച്ചാൽ എല്ലാ സിനിമകളും വിജയിക്കണം, അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. ലിസ്റ്റിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരം അന്നേരമാണ് വന്നിരുന്നത്, ശരിയല്ലേ? അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പം അപൂർവ പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊപ്പം ഇറങ്ങുന്ന എല്ലാവരും കാണുക. അപ്പം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസകൾ കേട്ടോ. എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, JSK എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ സിനിമയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എൻ്റെ സിനിമ മാത്രം വിജയിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നില്ല ഒരു നല്ല പ്രവണതയാണ്. അപ്പം ഇപ്പം ഈ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നു, എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മൈ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ പടമൊന്നല്ല, പക്ഷേ ഇതൊരു വലിയ പടം തന്നെയാണ്. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു വലിയ മനുഷ്യനാണ്. ഹാപ്പി ബർത്ത്ഡേ സാറേ. കാരണം ഇപ്പൊ ധ്യാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ധ്യാൻ 2 പ്രാവശ്യത്തെ സിനിമ കണ്ടു. സാധാരണ ധ്യാൻ അപ്പൊ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മളെ സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു, ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു, അനുവേട്ടൻ്റെ സുഹൃത്തായിട്ട് തന്നെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവളെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട്ട് കൂടിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസൊക്കെ അവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ അല്ല, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. കണ്ടിട്ടുള്ളവർ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ. കാരണം ഇപ്പോൾ ഹരിഹരൻ സാറ്, ശങ്കർ മഹാൻ സാറ് ഇതൊക്കെ പാടിയ സിനിമയാണ്. ഇത് നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർ ഇത്രയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇഷ്ടപ്പെടുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അബാ മൂവീസിൻ്റെ കൂടെ 3ാമത്തെ സിനിമയിലാണ് ഭാഗമാകുന്നത്. അനുപേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി. അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി. അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തിൽ വരാലെന്ന് പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി. ഇനിയിപ്പോൾ അനുപേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് ലാലേട്ടനെ വെച്ച്, അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു. ആക്കില്ലേ? ആക്കരുത്, ആക്കണേ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോ കഥ എഴുതുന്നതിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇതിൻ്റെ പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും അവസാനം കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പേരിൽ തന്നെ എത്തി. മനോഹരമായ പാട്ടുകളാണ്. മഴ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരം എനിക്ക് തോന്നുന്നു അനുപേട്ടനാണെന്ന് തോന്നുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പടത്തിലെ മിക്ക പാട്ടുകളും മഴയുമായി ബന്ധപ്പെടുത്തിയുള്ള പാട്ടുകളാണ്. ഇതിലും മനോഹരമായ മഴപ്പാട്ടുണ്ട്. രാമേഘം പോൽ വെൺതാരം പോ നീ എന്റെ അകലെ നിൽപ്പൂ. ഇനി എടുത്താൽ എത്തത്തില്ല. അത് കാണാനുള്ള ആൾക്കാരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഒരു വലിയ വിജയമായി തരട്ടെ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പാലോടൻ. 1-2 കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സംസാരിക്കാനുള്ളൊരു വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു ഫാമിലി ഹ്യൂമറായിട്ടുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാഗ്രഹം വരികയും
കൃഷ്ണ പൂജപ്പുര ചേട്ടനോട് ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഫസ്റ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അനുപേട്ടനോടാണ് ഈ സബ്ജക്റ്റ് ഞാൻ പിന്നീട് പറയുന്നത്. ഏകദേശം ഒരു 3 ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അനുപേട്ടനോട് പറയുന്നത്. അനുപേട്ടന് ഇഷ്ടപ്പെട്ടു, അത് പോസിറ്റീവായിട്ടാണ് അനുപേട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് എബ്രഹാം മാത്യു സാറിലേക്ക് അനുപേട്ടൻ വഴി എത്തുന്നത്. അപ്പം സാറ് കഥ കേട്ടു, സാറും ഷീല ഇബ്രഹാം മാഡം കൂടെയാണ് കഥ കേട്ടത്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് 2 സിനിമ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സാറ് പറഞ്ഞു അതിൻ്റെ ഒപ്പം ഇതേപോലൊരു സിനിമയും കൂടി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം 2 കുറച്ച് വലിയ പ്രോജക്റ്റുകളാണ് 2 പക്ഷേ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ ഈ സിനിമ ചെയ്യാം എന്നാണ് അന്ന് എബ്രഹാം മാത്യു സാർ എന്നോട് പറഞ്ഞത്. അവിടെ നിന്നോട്ട് ഇത്രയും സമയം കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, ഈ ടീസർ പുറത്തു പോയി, പോസിറ്റീവ് റെസ്പോൺസാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അത്രത്തോളം നന്ദിയും കടപ്പാടും മൂവീസിനോടും എബ്രഹാം മാത്യു സാറിനോടും ഈ ഇതിലെ ഓരോ ടീമംഗങ്ങളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒരു സിനിമ ഉണ്ടായി വരുന്നത് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ്. അത് എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറായാലും ശരി, പുതിയ ഡയറക്ടറായാലും ശരി, അതെല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇതേപോലെ ഒരു വേദിയിൽ നമ്മൾ ഫൈനലിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിവിടെ നടക്കുന്നത് പ്രധാനമായിട്ട് പിന്നെ മ്യൂസിക് ലോഞ്ചിങ് ആണ്. മ്യൂസിക് ലോഞ്ചിലേക്ക് പറയുമ്പോൾ നമുക്ക് ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സോങ്സ് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ സിനിമയിലും അങ്ങനെ ഒരു പിന്നെ 2 ലെജൻസ് പാടണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രകാശ് ഉള്ളേരിയായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം പറയുന്നു. അദ്ദേഹം വളരെ അടുപ്പം ഒരു 30 വർഷത്തോളം കാലമായിട്ട് ഈ 2 പേരുമായിട്ട് ഒരുമിച്ചൊരു ട്രൂപ്പിലും ഷോയ്ക്കും ഒക്കെ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ആവശ്യം അദ്ദേഹം എനിക്ക് നടത്തി തരികയായിരുന്നു. അതിന് നമ്മുടെ എബ്രഹാം സാറും അനുപേട്ടനൊപ്പം നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ശങ്കർ മഹാദേവൻ സാറ് പാടിയ പാട്ടാണ് ഇന്നിപ്പോൾ 6 മണിക്ക് നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അതാണ് ഇന്നിവിടെ നമ്മൾ ചുറ്റംകർമ്മം നിർവഹിക്കുന്നത്. ഒപ്പം നമ്മുടെ ഹരിഹരൻ സാറിൻ്റെ ഇപ്പം 2 പിന്നെ ശങ്കർ മഹാദേവൻ സാറിൻ്റെ പാട്ടിൽ തന്നെ ശിവമണി നമ്മോടൊപ്പം സാറും കൂടി ഈ പാട്ടിനോടൊപ്പം ചേരുന്നുണ്ട്. അതും ഇതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില സ്വപ്നങ്ങളിലേക്ക് ഈ സിനിമ കൊണ്ടുപോയി എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെയുള്ള ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു വളരെ ചെറിയ സിനിമയാണ്. നമ്മളെ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് കണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ്. അത് കണ്ടു നോക്കിയാൽ അറിയാം, നമ്മൾ ഒരാൾ പോലും ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നോ ഇത് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്ത് ഒരുപാട് വർക്കൗട്ടാക്കി എടുത്ത സിനിമയാണെന്നൊന്നും ഒരു ആർട്ടിസ്റ്റ് ഒരു ടെക്നീഷ്യന്മാരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് 18-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങൾ ഓരോരുത്തരുമാണ്, അവർക്കത് വിട്ടുകൊടുക്കുകയാണ്. നമുക്കൊരു ഈ ഇൻ്റർവ്യൂവിലായാലും ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിന്. അത് സത്യം തന്നെയാണ്. ബാക്കിയെല്ലാം ജനങ്ങളാണ് പറയേണ്ടത്. 18-ാം തീയതി നമുക്ക് ഇതേപോലെ എനിക്ക് ഈ നിമിഷം ഓർക്കേണ്ടതും പറയേണ്ടതും ടെക്നീഷ്യന്മാരാണ്. ഇതിൽ വരുന്ന ഓരോ ടെക്നീഷ്യന്മാരും കൃഷ്ണ പൂജപ്പുര മുതൽ പ്രകാശ് ഉള്ളേരി, നമ്മുടെ മഹാദേവൻ തമ്പി, അതേപോലെ എഡിറ്റർ സിയാൻ ശ്രീകാന്ത്, അരുൺ മനോഹർ തുടങ്ങി ഒത്തിരി ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിൻ്റെ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് ഞാൻ പേര് പറയാൻ വിട്ടുകൊണ്ടാണ്, ക്ഷമിക്കുക, നിന്നു എന്നുള്ളത് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നൊരു സപ്പോർട്ട് അത് ഞാൻ എന്നും, കാരണം ഇത്തരം ഒരു ചെറിയ പടത്തിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പുറത്ത് പബ്ലിസിറ്റി ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെക്സ് വയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ പിന്നെ ഒരാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത ഇത് ജനങ്ങളും ഒപ്പം സോഷ്യൽ മീഡിയയും നിങ്ങൾ ഓരോ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങൾ തന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഈ അവസരത്തിൽ എനിക്ക് ടോട്ടലി എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് തുടർന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഓഡിയോ ലോഞ്ചിലേക്ക് കിടക്കാം. താങ്ക് യു വെരി മച്ച്. ഒരു കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഈ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ ഒരു ചെറിയ സന്തോഷം കൂടിയുണ്ട്. ഇതിനകത്ത് എൻ്റെ മകൾ ഇതൾ മനോജ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് സന്തോഷങ്ങൾക്കൊപ്പം എനിക്ക് അതും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. താങ്ക് യു ശ്രീ മനോജ് പാലോട്. നമസ്കാരം. അപ്പോൾ അവൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം ബാഡ് ബോയ്സ് ആണ് ആദ്യം റിലീസാകുന്നത്. പക്ഷേ ധ്യാനം അതിലും ഉണ്ടായിരുന്നു.
ഞാനിതിൽ അനൂപേട്ടനുമായിട്ട് അഭിനയിക്കുക പരിചയപ്പെടുക എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റ് ആണ് വന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ആക്ച്വലി എല്ലാ സീനിലും ഞങ്ങൾ തമ്മിൽ ഉണ്ട്, ഒരുമിച്ചുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുമുട്ടാത്ത ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട്. അതാണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പം എന്തായാലും ചെറിയ സിനിമയാണ്, പക്ഷെ ഒരു ഫൺ, അതിൽ ആ കഥയിൽ തന്നെ ഒരു ചെറിയൊരു തമാശ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എന്തായാലും പാട്ട് കണ്ടു, ധ്യാൻ്റെ ഇന്റർവ്യൂ കണ്ടു, ടീസർ കണ്ടു. അപ്പം എന്തായാലും എല്ലാവരും സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ വേദികളിൽ വളരെ കുറച്ച് പ്രത്യക്ഷപ്പെടുകയും വളരെ കുറച്ച് സിനിമ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേസമയം അനൂപേട്ടൻ്റെ കൂടെ ഇതെൻ്റെ 3ാമത്തെ സിനിമയാണ്. എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന സിനിമയിലായിരുന്നു ആദ്യം ഞാൻ അഭിനയിച്ചത്. വളരെ ആളുകളെല്ലാം ശ്രദ്ധിച്ച തുളസി എന്നുള്ളൊരു കഥാപാത്രത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം കിങ് ഫിഷ് എന്നുള്ള സിനിമയിലും ഒരു മുഴുനീള ക്യാരക്ടർ അനൂപേട്ടൻ എന്നെ വിളിച്ചു. ഈ സിനിമയിൽ മനോജിൻ്റെ സിനിമ, അബാം സാറിൻ്റെ സിനിമ, ഷീലു, എല്ലാവരോടും രവിയേട്ടൻ്റെ കൂടെയാണ്, മേജർ സാറിൻ്റെ കൂടെയാണ് ഇതിൽ കൂടുതൽ എനിക്ക് സീനുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഭംഗിയുള്ളൊരു കുഞ്ഞു സിനിമ എന്നാണ് ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കണ്ടപ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് ഇത്. എന്തായാലും എല്ലാവരും കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്. എനിക്കൊരു വേദി കയറി സംസാരിക്കാൻ അറിയില്ല. എപ്പോഴും ക്യാമറയുടെ പുറകിൽ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. വിളിച്ചപ്പോൾ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്നാലും വേദിയിൽ കയറിയ സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന എന്നെ ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിലെ സിനിമോട്ടോഗ്രാഫറാക്കിയ വ്യക്തിയാണ് അനൂപേട്ടൻ. അപ്പം അതെനിക്ക് എൻ്റെ കരിയറിലൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നത്. അനൂപേട്ടൻ്റെ കൂടെ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ സിനിമയാണ് സിനിമോട്ടോഗ്രാഫറായിട്ട്. അപ്പം അതിനെനിക്കൊരു അവസരം തന്ന എബ്രാം സാറിനും ഷീലു മാമിനും എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ മനോജേട്ടനും ഒത്തിരി താങ്ക്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയെ പറ്റി ഇതിനകത്തിൽ അഭിനയിച്ച എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് കേട്ടും കാണാം. സിനിമയെല്ലാം നല്ലതായിരിക്കട്ടെ. എല്ലാവരും ഇത് കാണുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. 4 പ്ലീസ്. നിങ്ങളെന്നെ മുഴുവൻ അക്ഷരം തീർക്കണമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്, അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ബാഡ് ബോയ്സാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സൗഹൃദമാണ് ഷീലൂസായിട്ട്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ്. മാത്യു സാറും അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് വന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവപുത്രന്മാരും റിലീസുണ്ട്. അപ്പോൾ ആ പടവും നിങ്ങൾ കാണണം. ഇത് 2 ജോണറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും പടം വിജയിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അബാം മൂവീസ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെയൊക്കെ ഒരു വലിയ നല്ല സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിപ്പച്ചെറുപ്പമൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയിലില്ല. ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ. അനൂപമേനാണെങ്കിലും ധ്യാനാണെങ്കിലും ഇവരൊക്കെ പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഡെഫിനറ്റായിട്ട് ഇതൊരു നല്ല റണ്ണിലേക്ക് വരും, നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷമുണ്ട്. അനൂപേട്ടൻ നായകനാവുന്ന സിനിമ, ഷീലി ചേച്ചിയുടെ ഉള്ള സിനിമ. ബ്രൗൺ ചേട്ടനും ഞങ്ങൾ ആക്ച്വലി അയൽക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല. എനിക്കൊന്ന് ആ വീട് വിറ്റെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല. പിന്നെ മനോജ് വളരെ അടുത്ത സുഹൃത്താണ്. മനോജിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. മനോജിൻ്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെയായിരിക്കും. ഞാൻ കണ്ടു, വിഷ്വൽസ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. മഹാദേവൻ തമ്പിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ,
അദ്ദേഹവുമൊക്കെ ഈ സിനിമയുടെ ഒരു വൈറ്റൽ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും സക്സസ്ഫുൾ സിനിമയായി, ഒത്തിരി നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജിൻ്റെയും കരിയറിൽ ഏറ്റവും നല്ല സിനിമകൾ നന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എബ്രഹാം മാത്യു സാർ ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ. ഓക്കെ, എബ്രഹാം മാത്യു സാർ. ഞങ്ങളുടെ ഫോർമാറ്റിൽ അങ്ങനെയാണ്. നെക്സ്റ്റ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. Next, Aziz Sendil. Aziz Sendil. Bibin George. Bibin, please. അടുത്തായി അഭിലാഷ് പിള്ളയാർ, അരുൺ ഗോപി. നെക്സ്റ്റ് സജിൻ ചെറുകയിൽ ആൻഡ് നിസ. രണ്ടുപേരും ചേർത്തിട്ട് പ്ലീസ്. സജിൻ ബ്രോ, നിസ, നിസ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൌഷാദ് ആലത്തൂർ, ഔസിർ ഹുസൈൻ വാളക്കുഴി, രമേശ് ആൻഡ് ഖാദർ ഹസൻ. നാലുപേരെയും പ്ലീസ് പ്ലീസ് വരൂ. നമ്മളുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രസൻസ് ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തിരികെ എത്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാലുപേരും പ്ലീസ് കം ഫോർവേഡ്. പ്ലീസ് സർ, തിരികെ ചെയ്യാം സർ, പ്ലീസ്. മൂന്ന് പേര് സാർ, പ്ലീസ് പ്ലീസ്. രമേശേട്ടാ പ്ലീസ് ജോയിൻ ചെയ്യൂ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് മനോജ് പാലോടൻ, മഹാദേവൻ തമ്പി ആൻഡ് ഷീലു എബ്രഹാം പ്ലീസ്. മനോജ്, മനോജ് ഓക്കെ. സിബി എബ്രഹാം സർ, പ്ലീസ്. Amir, Amir, please come forward. Amir Cochin, our executive producer, Amir Cochin. ഓക്കെ, നമ്മുടെ ഔപചാരികമായി തന്നെ നമ്മളങ്ങനെ തിരികൊളുത്തിക്കൊണ്ട് നമ്മുടെ ഓഡിയോ ലോഞ്ച് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്.